തുറന്നില്ല എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും പാസ്വേഡുകൾ നൽകിയിട്ടില്ല. അതിജീവിതയുടെ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. നാളെ തിരുവല്ലയിലും പാലക്കാടും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. AV ജയശങ്കറും ഹരിമോഹനുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് ജയശങ്കറിലേക്ക് പോയാൽ, ജയശങ്കർ, ഇപ്പോൾ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്? SIT ചോദ്യം ചെയ്യലത് ദീർഘമായ ഒരു ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, ഈ കുറ്റകൃത്യം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ രാഹുലിൽ നിന്ന് നേടിയെടുക്കുക എന്നത് എത്രത്തോളം ശ്രമകരമായിരിക്കും? വിനീത, പത്തനംതിട്ട AR ക്യാമ്പിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത്. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് SIT നിലവിൽ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി തന്നെ SIT തയ്യാറാക്കിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 20-ലധികം ചോദ്യങ്ങളുള്ള ചോദ്യാവലിയാണ്. ഈ അതിജീവിത നൽകിയ പരാതി, ഒപ്പം തന്നെ ഈ അതിജീവിതയിൽ നിന്ന് SIT സംഘം ശേഖരിച്ച മൊഴി എന്നിവ വിലയിരുത്തിയാണ് നിലവിലൊരു ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മറുപടി പറയേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ചോദ്യാവലിയിലുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളുമായി പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും ഈ അന്വേഷണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം രാഹുലിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിലവിലുണ്ട്. പക്ഷേ ഇവരുടെയൊന്നും പാസ്വേഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. ഐഫോൺ ഉൾപ്പെടെയുള്ള രാഹുലിന്റെ ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ കേരള പോലീസിന് സ്വമേധയാ തുറന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമില്ല. ഇത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യുക എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും തിരുവല്ലയിലും പാലക്കാടും കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യുക. വിശദമായി ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ മതി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ ഒരു തീരുമാനം. ഈ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കി ആവശ്യമെങ്കിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം ഹരിമോഹൻ കൂടി ചേരുന്നുണ്ട്. ഹരി, ഇതിലിപ്പോൾ തെളിവെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ അതിജീവിത പരാമർശിച്ച ഹോട്ടൽ, ഒപ്പം പാലക്കാട്ടെ ഹോട്ടൽ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പരിശോധന അത് വളരെ പ്രധാനവുമാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നത് ഈ കേസിൽ നിർണായകവുമാണ്. കാരണം ആദ്യ 2 കേസുകളിലേതുപോലെയല്ല ഈ കേസുകളിൽ അതിജീവിത കൃത്യമായ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിന്റെ ഉൾപ്പെടെ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്, അല്ലേ ഹരിമോഹൻ? പിന്നെ തീർച്ചയായിട്ടും നിലവിൽ SITക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഈ സാമ്പത്തിക ചൂഷണം നടത്തി എന്നതിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ഡിജിറ്റൽ രേഖകളാണ്. മറ്റൊന്ന് ഈ ഹോട്ടലിലെ, അതായത് തിരുവല്ലയിലെ നഗരമധ്യത്തിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് കുറ്റകൃത്യം നടന്നത്, അതായത് ബലാത്സംഗം നടന്നത് എന്നുള്ള കാര്യം പരാതിക്കാരി വ്യക്തമായി തന്റെ പരാതിയിലും മൊഴിയിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് ഇതിനോടകം തന്നെ CCTV ദൃശ്യങ്ങൾ, രജിസ്ട്രേഷൻ വിവരങ്ങൾ, ബുക്കിംഗ് വിവരങ്ങൾ അടക്കമുള്ളവ, രജിസ്റ്റർ അടക്കമുള്ളവ SIT ശേഖരിച്ചിട്ടുണ്ട്. ഇത് കേസിലെ നിർണായകമായിട്ടുള്ള തെളിവായിട്ട് മാറും. അതുകൂടാതെ ഇനിയിപ്പോൾ വേണ്ടത് തെളിവെടുപ്പാണ്. അതേ ഹോട്ടലിൽ രാഹുലിനെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് പക്ഷേ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ രാത്രിയിലോ പുലർച്ചെയോ ഒക്കെ ആയിട്ടാവും സാധ്യത എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന. സാധാരണ തെളിവെടുപ്പുകൾ അത്തരത്തിലേക്ക് മാറ്റാറുണ്ട്. പക്ഷേ രണ്ടാമത്തെ തെളിവെടുപ്പ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാലക്കാട്ടെ രാഹുലുമായി ബന്ധപ്പെട്ട MLA ഓഫീസിലും ഫ്ളാറ്റിലും മറ്റ് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീടുകൾ ഉണ്ടെങ്കിൽ അവിടങ്ങളിലും പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം രാഹുലിന്റെ ഇലക്ട്രോണിക് ഡിവൈസുകൾ അവിടങ്ങളിലാണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നിലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന രാഹുലിന്റെ മറ്റു മൊബൈൽ ഫോണുകളാണ്. നിലവിൽ ഒരു ഐഫോൺ മാത്രമാണ് SITയുടെ കസ്റ്റഡിയിലുള്ളത്. ഇതാകട്ടെ ഓപ്പൺ ആക്കാനും കഴിയുന്നില്ല. ഇത് ശാസ്ത്രീയ പരിശോധന കഴിച്ചാൽ പോലും അത് വിവരങ്ങളൊക്കെ തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക അന്വേഷണ സംഘത്തിലുണ്ട്. അതുകൊണ്ട് മറ്റു ഫോണുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് അതിനകത്ത് കൂടുതൽ തെളിവുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് അതിജീവിതയുടേത് മാത്രമല്ല, വീട്ടമ്മമാരുടെയും അവിവാഹിതരായ യുവതികളുടെയും എല്ലാം തന്നെ നഗ്നദൃശ്യങ്ങൾ രാഹുൽ മറ്റു ഫോണുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് SIT കടക്കുന്നത്. ഇന്ന് രാത്രിയിലുടനീളം രാഹുലിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഡിവൈസുകളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, ഒളിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ പോലും സമാന്തരമായ ഒരു അന്വേഷണം പാലക്കാട് കേന്ദ്രീകരിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ നിർദ്ദേശം SITയുടെ തലപ്പത്തുള്ള AG ജി പൂങ്കുഴലി നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു പരിശോധന അവിടങ്ങളിൽ കൃത്യമായി ഇതിനിടയ്ക്ക് സമാന്തരമായി നടക്കുകയും ചെയ്യും. അങ്ങനെ ആ ഡിവൈസുകൾ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവായി അത് മാറുകയും ചെയ്യും.